വെൽക്കം ബാക്ക് ടു ബേൺ കോഫി അത് വ്ളോഗ്. ഇന്ന് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്തോട്ട് പോയാലോ. മെൽബണിന്റെ ഒരു ബ്യൂട്ടിഫുൾ സൈഡാണ് യാര വാലി. അങ്ങോട്ടാണ് നമ്മൾ രണ്ടുപേരും ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെ ഡെഫിനറ്റ്ലി യാര വാലിയിൽ കുറേ കാഴ്ചകൾ കാണിക്കാനുണ്ട്. യാര വാലിയിൽ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ മെൽബൺ സിറ്റിയിൽ കാണുന്ന ഹസിൽ ബസിൽ ആ തിരക്കും ബഹളവും ബിൽഡിങ്സും ഒന്നുമല്ല. ഭയങ്കര നാച്ചുറലി റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. കുറേ റേഞ്ചസും ബ്യൂട്ടിഫുൾ ഫാംസും എസ്റ്റേറ്റ്സും വൈൻയാർഡ്സും ഒക്കെ ഉള്ള ഏരിയ. വൈൻയാർഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന ചുറ്റും പലയിടത്തും എസ്റ്റേറ്റ്സ് ലൈക്ക് ഇങ്ങനെ ഓർച്ചാർഡ്സ് ഉണ്ടാവും. അവിടെ നിന്നുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ട് അവിടെയുള്ള പല എസ്റ്റേറ്റ്സും അവരുടെ സ്വന്തം വൈനും പിന്നെ എന്താ പറയുക ബിയറും ഒക്കെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി സ്ഥലവും കൂടെയാണ്. ഈ ഭാഗത്ത് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് നമുക്ക് ഡൈൻ ചെയ്യാൻ. അതുപോലെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യണമെങ്കിലോ നമുക്ക് ആരെയും മീറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് യാര വാലി മെൽബണിൽ. ഈ പോകുന്ന വഴിക്ക് ചുറ്റും കാണുന്ന പലതും വലിയ വലിയ എസ്റ്റേറ്റ്സും വലിയ വലിയ റെസ്റ്റോറൻറ്റ്സും ആണ്. നമ്മളിന്ന് പോകുന്നത് ഈ കാണുന്ന മെലറ്റോസ് എന്ന് പറഞ്ഞ ഈ ഒരു ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയയിലോട്ടാണ്, ഡൈനിങ്ങിനോട്ടാണ്. കാണുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു റസ്റ്റിക് ലുക്കിലുള്ള ഒരു അടിപൊളി ഡൈനിങ് ഏരിയ ആണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോയത് ലഞ്ച് ഒരു 1:15. ഇവിടുത്തെ മെനുവിൽ നമ്മൾ അലക്കാട്ടെ എന്നാണ് പറയുന്നതെന്നാണ് എൻ്റെ വിശ്വാസം, പ്രൊനൗൺസിയേഷൻ തെറ്റിയില്ലെങ്കിൽ. അലക്കാട്ടെ മെനുവിൽ നിന്നാണ് നമ്മളിന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഓൾറെഡി സെറ്റ് മെനു ഉണ്ടാവും, അതിനകത്തുനിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് മാത്രം ചൂസ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് നമ്മളിന്ന് പിക്ക് ചെയ്യാൻ പോകുന്നത്. അതല്ലെങ്കിൽ സെറ്റ് മെനു ഉണ്ടാവേ. ഇപ്പോൾ ഒരു പെർ പേഴ്സൺ $70, $80 അങ്ങനെ പല റേഞ്ചിൽ. നമ്മളെന്തായാലും അലക്കാട്ടെ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്തേ പിക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആൻഡ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇവർ നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതിയൊക്കെ നല്ല രസമാണ്. ആൻഡ് ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അല്ലേ, ഡിഫറെൻറ്റ് ഫുഡ്, ഡിഫറെൻറ്റ് വൈബ്, ഒരു ഇത്തിരി ഒരു ഓസീസ് സ്റ്റൈൽ. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിച്ചേക്കുന്ന നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആണ്. ഇവിടെ സ്പെസിഫിക്കലി ബിയർ ആൻഡ് വൈൻ ഇവരുണ്ടാക്കുന്നത് ടെസ്റ്റ് ചെയ്യാനുണ്ടാവും. പക്ഷെ എനിക്ക് വൈൻ ടേസ്റ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പറ്റില്ല. എന്നാലും സ്റ്റാർട്ടേഴ്സിൽ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഈ ഒരു ഫൊക്കാച്ചിയ എന്ന് പറയുന്ന ബ്രെഡും അതിൻ്റെ കൂടെ അവർ തന്ന സൈഡ് നല്ല ബട്ടറുമായിരുന്നു. പിന്നെ വാങ്ങിച്ചത് ഓയിസ്റ്ററാണ്. ഓയിസ്റ്റേഴ്സ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് മെൽബണിൽ വന്നിട്ടാണ്. അന്ന് തൊട്ട് ഇങ്ങോട്ട് നമ്മൾ മിക്കവാറും എവിടെ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സിൽ പോയാലും ഓയിസ്റ്റേഴ്സ് ട്രൈ ചെയ്യാറുണ്ട്. ഓയിസ്റ്റർ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഇപ്രാവശ്യം, കാരണം ഓയിസ്റ്റർ റോ ആയതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് പോളിനാണ് 2 ഓയിസ്റ്ററും. സാധാരണ ഇവർ തരുന്ന ഡിപ്പിംഗ് സോസ് അതെന്താണോ അതിട്ടിട്ട് സൈഡിൽ നിന്ന് വിടുവെച്ചിട്ട് ഒറ്റയടി വായിലോട്ട്, ഒറ്റ ഗൾപ്പിങ്, അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു എനിക്കിത് കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും എന്ന്. പക്ഷെ വൺസ് കഴിച്ചത് തൊട്ട് ഇതുവരെ തന്നിട്ടുള്ള എല്ലാ ഡിപ്പും അടിപൊളിയായിരുന്നു. എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഈ പരിപാടിയൊക്കെ ഒന്ന് കഴിയട്ടെ. ഞാനൊരു 4 ഓയിസ്റ്റർ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്. നാട്ടിൽ ഓയിസ്റ്റർ കഴിക്കുന്നത് എനിക്ക് അറിയില്ല. ബട്ട് ഇവിടുത്തേത് ബേസിക്കലി ഫുഡ് സേഫ്റ്റിയിൽ നമ്മൾ സേഫ് ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഇതുവരെ വന്നിട്ടില്ല. മെയിൻ ഡിഷസിൽ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഈ കാണുന്ന ഫിഷ്, കിങ് ഡോറി ഫിഷും പിന്നെ ലാമ്പിൻ്റെ ഒരു മെയിൻ ഡിഷും ആയിരുന്നു. ജസ്റ്റ് ഓരോ പ്ലേറ്റ് നമ്മൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്തുള്ളൂ. ലാമ്പിൻ്റെ ഫുഡ് നമ്മുടെ ഇതിൽ എന്താ പറയുക ബുക്കിങ്ങിൽ പറഞ്ഞിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഡെഫിനറ്റ്ലി റെയർ, മീഡിയം അല്ല വെൽഡൺ ആണോ എന്ന് വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അവിടെ മെൻഷൻഡ് ആയതുകൊണ്ട് അവർ ഡെഫിനറ്റ്ലി വെൽഡൺ അവർ തന്നെ ഇങ്ങോട്ട് മെൻഷൻ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് നമ്മുടെ സിറ്റുവേഷൻസ് അല്ല റിക്വയർമെൻറ്റ്സ് അറിഞ്ഞാണ് ഒരു ഫുഡ് സെർവ് ചെയ്യുന്നതെന്നുള്ള ഒരു വലിയൊരു രസമുണ്ട്. കിങ് ഡോറി എന്ന് പറഞ്ഞ ഫിഷിൻ്റെ ഈ ഒരു മിക്സും അടിപൊളിയായിരുന്നു. നമ്മുടെ ലാമ്പിൻ്റെ മുകളിൽ കരിയാപ്പലയായിരുന്നു നല്ല ക്രിസ്പി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഇതൊരു ഇറ്റാലിയൻ സ്റ്റൈൽ മിക്സ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഓസ്ട്രേലിയൻ ആൻഡ് ഒരു ഇറ്റാലിയൻ സ്റ്റൈലിൽ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ആൻഡ് ഈ സ്ഥലം കാണാൻ എന്ത് രസമാണെന്നറിയാം. ഇവിടെ ഫുഡ് കഴിക്കാൻ മാത്രമല്ല, ഫുഡിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡ്രിങ്കോ അല്ലെങ്കിൽ ചുമ്മാ ഈ ഒരു ഏരിയ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയുണ്ട്. ബേസിക്കലി ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. നമുക്ക് ഇഷ്ടം പോലെ സമയം അവിടെ സ്പെൻഡ് ചെയ്യാം. ഇനി നമുക്കൊരു പെപ്പർമിൻറ്റ് ടീ കുടിച്ചിട്ട് കുറച്ച് ഡെസേർട്ടും കൂടെ ഓർഡർ ചെയ്ത് അവിടെ ഇരിക്കാം. അങ്ങനെ നമ്മുടെ ഡെസേർട്ടിൽ വന്നിരിക്കുന്ന സോൾട്ടഡ് കാരമലും അവക്കാഡോയും പിന്നെ ഈ ഇരിക്കുന്നത് യാര വാലി സ്പെഷ്യൽ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമും കൂടെയാണ്. യാര വാലിയിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഇത്തിരി ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി.
അങ്ങനെ ഇനി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഈ സ്ഥലം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു പോകണം. ഇന്നാണെങ്കിൽ രാവിലെ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ചെല്ലാൻ നമ്മൾ വാക്ക് കൊടുത്തത് കൊണ്ട് ഇവിടെ അധികം നേരം നിൽക്കാതെ പോകാം. പക്ഷേ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാതെ എങ്ങനെയാണ് പോകുന്നത്? ഈ കാണുന്ന ഐവി ലീവ്സ് ബിൽഡിംഗ് കയറ്റിവിടുന്ന ഒരു പരിപാടി മെൽബണിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റമാണ്. സിറ്റി സൈഡിൽ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു സൈഡിൽ യാര വാലിയിൽ ഇത് കാണുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഈ സൈഡിൽ കാണുന്ന മരങ്ങൾ പെയർ ക്രാബ് ആപ്പിൾസ് എന്നെങ്ങാണ്ടാണ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് മനസ്സിലായത്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ കുറച്ച് വൈൻ, നമ്മുടെ മുന്തിരിയുടേതും പിന്നെ ആപ്പിൾസും എന്തോ മൊത്തത്തിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇവിടെ വന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഫുഡ് കഴിച്ചിട്ട് നമുക്കിവിടെ ഇഷ്ടം പോലെ സമയം സ്പെൻഡ് ചെയ്യാം. വേണമെങ്കിൽ ഒരു കോഫിയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡ്രിങ്കോ ഒക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഫാമിലിയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം മെൽബണിൻ്റെ യാര വാലി ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. കഴിഞ്ഞ വ്ളോഗ് ഞാൻ കുറേ നാൾ കൂടി ഇട്ടിട്ടും കുറച്ച് പേരൊക്കെ കണ്ടു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി കുറച്ച് കൂടുതൽ വീഡിയോസായിട്ട് വരാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രമിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്കിന്ന് തിരിച്ചു പോയാലോ? ഞാൻ പറഞ്ഞ പോലെ നമുക്കിന്നൊരു വേറെ പരിപാടി പെട്ടെന്ന് വന്നിട്ടുണ്ട്. എന്നാൽ അത് ചെയ്തേക്കാമെന്ന് ഓർത്തു. തിരിച്ചു പോകുന്ന വഴി അതിലും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ തൽക്കാലം ബേൺ കോഫി സൈനിങ് ഓഫ്. അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ